ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങൾ ഇന്ന് പഴനിക്ക് പോവുകയാണ് കേട്ടോ. ഞങ്ങളൊരു 5 മണിയാകുമ്പോൾ എണീറ്റ് റെഡി ആയി കേട്ടോ. എന്നിട്ട് ദേ ഇപ്പോൾ പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ അതിന് മുന്നേ ദൂരയാത്ര ആയതുകൊണ്ട് വണ്ടിയൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണം കേട്ടോ ഉണ്ണേട്ടൻ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ഇറങ്ങി. എന്നിട്ട് കോലഴിയിൽ പോയിട്ട് ഉണ്ണേട്ടൻ്റെ അമ്മേനെയും കൂട്ടിയിട്ടാണ് ഞങ്ങൾ നേരെ പോകുന്നത് പഴനിക്ക്. കുറച്ച് നേരത്തെ എണീറ്റത് കൊണ്ട് തന്നെ ഞങ്ങൾക്ക് പെട്ടെന്ന് തന്നെ വിശന്നു കേട്ടോ. അപ്പോൾ ഒരു വടക്കഞ്ചേരിയൊക്കെ എത്തിയപ്പം ശരവണ ഭവനിൽ പോയിട്ട് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. അങ്ങനെ വിശപ്പൊക്കെ മാറ്റി ഞങ്ങൾ വീണ്ടും യാത്ര തിരിച്ചു. ഓണത്തിൻ്റെ ടൈമിലൊക്കെയാണ് കേട്ടോ ഞങ്ങൾ സാധാരണ പഴനിക്ക് പോകാറ്. ഓണത്തിൻ്റെ ആ ടൈമിൽ കുറച്ച് ലീവ് ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ ടൈം നോക്കിയിട്ടാണ് ഞങ്ങൾ പഴനിക്ക് പോകാറ്. പക്ഷേ ഇപ്രാവശ്യം പോകാൻ പറ്റിയില്ല. എല്ലാ കൊല്ലവും ഞങ്ങൾ പോകാറുണ്ട് കേട്ടോ പഴനിക്ക്. അപ്പോൾ ഇപ്രാവശ്യം കുറച്ച് ആ ഓണത്തിൻ്റെ ടൈമിൽ കുറച്ച് തിരക്കുകളും കാര്യങ്ങളൊക്കെ വന്നതുകൊണ്ട് നമുക്ക് ആ ടൈമിൽ പോകാൻ പറ്റിയില്ല. അപ്പോൾ ഇപ്രാവശ്യം പെട്ടെന്നാണ് തീരുമാനിച്ചത്, എന്നാൽ നമുക്ക് മറ്റന്നാൾ പഴനിക്ക് പോയാലോ എന്ന്. അപ്പോൾ കുട്ടികളെ തന്നെ ഇപ്രാവശ്യം കൊണ്ടുപോകുന്നില്ല. സാധാരണ എല്ലാവരും കൂടി കുട്ടികളും ഒക്കെ ഉണ്ടാവും ഞങ്ങൾ പഴനിക്ക് പോകുമ്പോൾ. ഇപ്രാവശ്യം കൊണ്ടുപോകണില്ല. അവർക്ക് ട്യൂഷൻ ഉണ്ട്, പിന്നെ എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർക്ക് ട്യൂഷൻ മുടക്കാൻ പറ്റില്ല. പിന്നെ മോനും ചെറിയൊരു വയ്യായി ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ തൽക്കാലം യാത്ര ചെയ്യിപ്പിക്കണ്ടെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ ഇടയിൽ ഒരു കരിക്കൊക്കെ കുടിച്ച് ഇതേ ഇപ്പോൾ പഴനി എത്തിയിട്ടുണ്ട് കേട്ടോ. 10:30 ആയിട്ടോ ഇപ്പോൾ പഴനിയിലെത്തിയപ്പോൾ. കുറച്ച് ദൂരത്തു നിന്ന് തന്നെ ഇങ്ങനെ പഴനിമല കാണാൻ നല്ല രസമാണ് അല്ലേ? എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പഴനി പോകാന്ന് പറയുമ്പോൾ. അവിടുത്തെ ആ ഒരു ഭാഗങ്ങളൊക്കെ കാണാനും ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് ഞങ്ങളിങ്ങനെ നടക്കണം കേട്ടോ. ഓരോരുത്തരും ഇങ്ങനെ വന്നിട്ട് അത് വേണോ ഇത് വേണോ എന്നൊക്കെ ചോദിച്ച് നമ്മളിങ്ങനെ നിർബന്ധിക്കുന്നുണ്ട്. നമ്മളതൊന്നും മൈൻഡ് ചെയ്യാതെയാണ് വരുന്നത്. പിന്നെ എനിക്ക് എൻ്റെ മനസ്സിലുണ്ടായിരുന്നു ഇവിടെ വന്ന് മുടി തുമ്പ് വെട്ടണം എന്നുള്ളത്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ അവിടേക്കാണ്, മുടി വെട്ടുന്ന സ്ഥലത്താണ് കേട്ടോ പോയത്. വേറെ ഓരോരുത്തർ മുടി വെട്ടണോ എന്നൊക്കെ ചോദിച്ച് വിളിക്കുന്നുണ്ട്. നമ്മൾ അങ്ങോട്ടൊന്നും പോയില്ല. അവിടുത്തെ ഗവൺമെൻറ്റിൻ്റെ തന്നെ സൗജന്യ മുടി വെട്ടണ സ്ഥലമുണ്ട്. അവിടെ പോയിട്ടാണ് നമ്മൾ മുടി വെട്ടിയത് കേട്ടോ. അവിടെയും നമ്മുടെ വീഡിയോസ് കാണുന്ന ഒരുപാട് പേരുണ്ടായിരുന്നു കേട്ടോ. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷമായി കേട്ടോ ഞങ്ങൾക്ക്. അങ്ങനെ ഫോട്ടോസൊക്കെ എടുത്ത് പിന്നെ ഞങ്ങൾ അവിടെ കുറച്ച് നേരം അവിടെ ഇരുന്നു കേട്ടോ. ഇത്ര നേരം യാത്ര ചെയ്ത് വന്നതല്ലേ എന്ന് പറഞ്ഞിട്ട്. പിന്നെ ഞങ്ങൾ മുകളിലേക്ക് കയറാൻ ട്രെയിൻ നോക്കി കേട്ടോ. ട്രെയിനിൽ പോയാലോ എന്ന് വിചാരിച്ചു. അന്വേഷിച്ചപ്പോൾ അവിടെ നല്ല തിരക്കാണ്. 2 മണിക്കൂർ കഴിഞ്ഞാലാണ് പോകാൻ പറ്റുള്ളൂ അത്രയധികം തിരക്കുണ്ട്. അപ്പോൾ പിന്നെ ഞങ്ങൾ വിചാരിച്ചു 2 മണിക്കൂർ വെയിറ്റ് ചെയ്ത് പിന്നെ പോകുമ്പോഴത്തേനൊക്കെ നേരം വൈകില്ല. അപ്പോൾ പിന്നെ 1 മണിക്കൂറൊക്കെ ഉണ്ടെങ്കിൽ 1 മണിക്കൂറിന് വേണ്ട തോന്നുന്നുണ്ട് നമ്മൾ കയറുമ്പോൾ. അപ്പോൾ പിന്നെ നമുക്ക് നേരെ മല കയറുക തന്നെ, സ്റ്റെപ്പ് കൂടെ തന്നെ കയറാം എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഞങ്ങൾ കയറിയിട്ടോ. നമുക്ക് മുകളിലേക്ക് ഫോണൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പോൾ പിന്നെ ഞങ്ങളെല്ലാം താഴെ വെച്ചിട്ടാണ് കേട്ടോ മല കയറിയത്. അവിടെ പോയി ഒരു 12:15 ഞങ്ങൾ മുകളിലെത്തിയിട്ട് പിന്നെ കുറച്ച് നേരം ക്യൂ ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് കുറച്ച് നേരം നട അടച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് ഒരു 1:30 ആയപ്പോൾ ഞങ്ങൾ തൊഴുതിറങ്ങിയപ്പോൾ അവിടെ തന്നെ അന്നദാനം കൊടുക്കുന്നുണ്ടായിരുന്നു. തക്കാളിച്ചോറും പിന്നെ ഒരു പടവലങ്ങ കറിയും അതൊക്കെ കൂട്ടി ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചു അവിടെ നിന്ന് തന്നെ. എന്നിട്ട് പിന്നെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്തു. കാരണം റോപ്പിൽ ഇറങ്ങാമെന്ന് വിചാരിച്ചു. അതൊന്ന് നമുക്ക് ഇരുന്ന് നോക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ റോപ്പിൽ കയറാൻ കുറേ ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. കുറേ നേരം അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് തുടങ്ങിക്കഴിഞ്ഞാൽ വേഗം പോകുന്നുണ്ട് കേട്ടോ. 6 എണ്ണം ഉണ്ട്. അപ്പോൾ ഒരെണ്ണത്തിൽ 4 പേർക്ക് ഇരിക്കാം. അങ്ങനെയായിരുന്നു. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് ഒരു 4 മണിയൊക്കെ ആയപ്പോഴത്തേനും നമുക്ക് താഴെ റോപ്പിലൂടെ ഇറങ്ങാൻ പറ്റിയിട്ടോ. അപ്പോൾ ആകെ ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു എനിക്ക് ഇങ്ങനത്തെ സാധനങ്ങളിലൊക്കെ ഇരിക്കുക പറഞ്ഞാൽ ഒരു ചെറിയൊരു പേടിയുള്ള ആളാണ്. അപ്പോൾ കുഴപ്പമൊന്നുമില്ല, അത്ര ടെൻഷൻ ഉണ്ടായിരുന്നില്ല. മെല്ലെയാണ് പോണത്, അത് കാരണം കൊണ്ട് വലിയ കുഴപ്പമില്ല. അങ്ങനെ ഞങ്ങൾ അതിലൊക്കെ ഇരുന്ന് അങ്ങനെ ഇറങ്ങി. താഴെ ഇറങ്ങിയപ്പോൾ കുട്ടികൾക്ക് എന്തെങ്കിലും വാങ്ങണമെന്ന് വിചാരിച്ചിട്ട് കടയിൽ കയറിയതാണ് കേട്ടോ. കുറേ പേരുണ്ടായിരുന്നു നമ്മുടെ സബ്സ്ക്രൈബേഴ്സ്. എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടാണ്. പിന്നെ എനിക്ക് കുറച്ച് തമിഴ് അറിയണതുകൊണ്ട് അവർ പറയണതൊക്കെ മനസ്സിലാക്കാനും അവരോട് സംസാരിക്കാനും പറ്റിയിട്ടാണ്. ഉണ്ണേട്ടൻ കുറച്ചൊക്കെ ഇങ്ങനെ മിണ്ടാതെ നിന്നു. കാരണം ഉണ്ണേട്ടന് തമിഴ് അത്രയ്ക്ക് തന്നെ പറയാനറിയാത്ത കാരണം കൊണ്ട് കുറേയൊക്കെ ഉണ്ണേട്ടൻ മലയാളത്തിൽ തന്നെയാണ് അവരോട് സംസാരിച്ചിരുന്നത്. പിന്നെ ഞാൻ അങ്ങോട്ട് തമിഴിൽ പറയുക ചെയ്തത് കേട്ടോ. അങ്ങനെ ഭയങ്കര സന്തോഷമായി. കാരണം ഒരുപാട് പേര് നമുക്ക് ഇത്രയും സപ്പോർട്ട് ഉണ്ടെന്ന് അങ്ങനെ വിചാരിച്ചില്ല. നമ്മളന്ന് മൂകാംബികയിൽ പോയപ്പോഴും അന്ന് പിന്നെ അവിടെ പോയപ്പോൾ അവിടെ കന്നഡ അറിയണ്ടായിരുന്നില്ല കേട്ടോ. നമുക്ക് സംസാരിക്കാം. അവരുടെ ആ ഒരു പെരുമാറ്റത്തിൽ തന്നെ നമ്മളുടെ അടുത്ത് എത്ര സ്നേഹമുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുക ചെയ്തു. അതുപോലെ തന്നെയായിരുന്നു ഇവിടെ കേട്ടോ. അത്രയധികം ഭയങ്കര സ്നേഹം അവർക്ക്. അതെങ്ങനെ എനിക്ക് പറയേണ്ടതെന്ന് അറിയില്ല. അത്രയധികം സന്തോഷമായി
ഞങ്ങൾക്ക്. ഇവർ വണ്ടിയിൽ ജസ്റ്റ് കണ്ടിട്ട് അങ്ങോട്ട് പോയതാട്ടോ. എന്നിട്ട് അവിടെ എത്തിയിട്ട് തിരിഞ്ഞു നോക്കിയിട്ട് ഞങ്ങളാണെന്ന് മനസ്സിലാക്കിയിട്ട് തിരിച്ചു വന്നതാട്ടോ നമ്മളോട് സംസാരിക്കാനായിട്ട്. അങ്ങനെ ഞങ്ങൾ അവരോടൊക്കെ യാത്രയൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളിതേ ഇപ്പോൾ വണ്ടിയിൽ കയറുകയാണ് കേട്ടോ. ഇപ്പോൾ സമയം 5:30 ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ വീടെത്തുമ്പോൾ എത്ര മണിയാവും എന്നറിയില്ല. അത് കഴിഞ്ഞ് ഞങ്ങൾ ഒരു പൊള്ളാച്ചിയൊക്കെ എത്തിയപ്പോൾ വിശന്നു കേട്ടോ ഞങ്ങൾക്ക്. അപ്പോൾ അവിടെ തന്നെ ഒരു ഗൗരി കൃഷ്ണ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഹോട്ടലിൽ കയറി ഞങ്ങൾ ഫുഡ് കഴിക്കുകയാണ്. ഉണ്ണേട്ടനും അമ്മയും ചപ്പാത്തിയാണ് പറഞ്ഞത്. എനിക്ക് മഷ്റൂം റൈസാണ് കേട്ടോ, അല്ല മഷ്റൂം ബിരിയാണി, സോറി മഷ്റൂം ബിരിയാണി എനിക്ക് തമിഴ്നാട്ടിലത്തെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ അതാണ് ഓർഡർ ചെയ്ത് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. അവിടുത്തെ സ്റ്റാഫൊക്കെ ജസ്റ്റ് ഞങ്ങൾ നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് തോന്നുന്നുണ്ട് അവർക്ക് പെട്ടെന്ന് മനസ്സിലായത്. അവരൊക്കെ വന്ന് നമ്മുടെ അടുത്ത് വന്ന് ഇതുപോലെ തന്നെ സംസാരിച്ചു. ഒരുപാട് സ്നേഹം ആയിരുന്നു അവർക്ക്. അപ്പോൾ ഇതൊക്കെയാണ് പഴനി യാത്രയിലെ വിശേഷങ്ങളൊക്കെ. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും നന്ദി. ബൈ.